ഞങ്ങളുടെ ഈ ബഡ്ജറ്റിനേക്കാളും കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. കാരണം അപ്പോൾ നമുക്ക് പ്ലേസസ് ടു വിസിറ്റ് എന്നുള്ളതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് വോക്കബിൾ ആയിട്ടുള്ളത്. ഹായ്, കുളു മണാലി അല്ലെങ്കിൽ ഒരു ഹിമാചൽ പ്രദേശ് ട്രിപ്പ്, ഒരു കസോൾ ട്രിപ്പ് പോകാനായിട്ട് താല്പര്യമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കുളു മണാലി ഹിമാചൽ കസോൾ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാം? നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ സോളോ ട്രിപ്പ് പോകുന്ന സ്ത്രീകളായിക്കോട്ടെ, എല്ലാവർക്കും വളരെ സേഫായിട്ട് 24/7 നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട്, ഒരു ഫുൾ സപ്പോർട്ട് സിസ്റ്റത്തോടുകൂടി നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാം. പിന്നെ നമ്മൾ കുളു മണാലി ഹിമാചൽ പ്രദേശ് പോകാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട സമയം, പിന്നെ അവിടെ എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ പ്ലേസ് നമ്മൾ മിസ് ചെയ്യരുത്, പിന്നെ അതുപോലെ നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു ഡ്യൂറേഷൻ, പിന്നെ നമുക്ക് മഞ്ഞ് കാണാം, അതെ, ഒരു ഡീറ്റെയിൽ ഐറ്റിനറി, പിന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ ബജറ്റ്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. യാത്ര എങ്ങനെ പ്ലാൻ ചെയ്തു? ഞങ്ങളുടെ യാത്ര എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പാക്കേജ് വെച്ചിട്ടല്ലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഞങ്ങൾ സ്വയമായിട്ട് പ്ലാൻ ചെയ്ത് പോവായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡം കിട്ടും. അപ്പം നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ഇഷ്ടത്തിനുള്ള ഹോട്ടൽ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് പാക്കേജ് എടുത്തിരുന്നില്ല. അതെ, അപ്പോൾ നമ്മൾ പാക്കേജ് എടുക്കാതിരുന്നെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സപ്പോർട്ട് വേണമെന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ പോകുമ്പം നമുക്ക് കൂടെ ഒരാളുള്ളൊരു ഫീല് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ എസ്റ്റാബൻ ഗ്ലോബ് ട്രോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു 24/7 നമുക്ക് സപ്പോർട്ടാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഹോട്ടലിൽ പോവാം, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും നേരം നമുക്ക് താല്പര്യമുള്ള സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമെല്ലാം കറങ്ങാം. ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരുമായിരുന്നു. നമുക്ക് അവിടെ ഒരു റിലേറ്റീവ് ഉള്ള ഒരു ഫീൽ ആയിരുന്നു ഇവർ തന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പം ഇത് ഒരു 1000 to 2500 റേഞ്ചിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അവർ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ ഒരാളുള്ള അതേ ഫീൽ തന്നെ വന്നോളൂ. അപ്പോൾ ഒരു പ്ലാനിങ് അവർ സെറ്റാക്കി തരും. അതായത് അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഒരു ഐറ്റിനറി അവർ റെഡിയാക്കി തരും. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോവുകയും ചെയ്യാം. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നോ അവിടെ പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം പോലെ. അവരെല്ലാം ഫ്ലെക്സിബിൾ ആണ്, വളരെ കസ്റ്റമൈസബിൾ ആണ്, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ട്രിപ്പിന്റെ ഡീറ്റെയിലോട്ട് പോകാം. ട്രിപ്പ് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ടാണ് പോയത്. ഞങ്ങൾ അതായത് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല മണാലിയിലേക്ക്. അപ്പോൾ നമുക്ക് ഡൽഹി വഴിയോ അല്ലെങ്കിൽ ചണ്ഡീഗഡ് വഴിയോ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡൽഹി വഴിയായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഡൽഹി വഴി പോകുമ്പം 2 മാർഗങ്ങളാണുള്ളത് ഡൽഹി വഴി പോകാൻ. ഒന്ന് കശ്മീരി ഗേറ്റ് അല്ലെങ്കിൽ മജ്നു കാട്ടില. അതിൽ ഞങ്ങൾ കശ്മീരി ഗേറ്റിലൂടെയാണ് പോരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡൽഹി എയർപോർട്ടിൽ ചെന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മെട്രോ കിട്ടും. ഈ മെട്രോയിൽ യാത്ര ചെയ്താലുള്ള ഗുണം, നമ്മൾ റോഡ് ട്രാഫിക്കിൽ പോകുന്ന നമുക്ക് ട്രാഫിക്കിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എത്താനും സാധിക്കും. അപ്പോൾ മെട്രോയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചീപ്പറുമാണ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ നേരെ ആദ്യം ഇന്റർനാഷണൽ മെട്രോയിൽ ചെന്നിറങ്ങും. അവിടുന്ന് അടുത്ത മെട്രോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കശ്മീരി ഗേറ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ കശ്മീരി ഗേറ്റിന്റെ സ്റ്റോപ്പിൽ ആണ് നമുക്ക് ഹോട്ടല്, ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മെട്രോയ്ക്കകത്ത് തന്നെ ഉണ്ടല്ലേ? മെട്രോയ്ക്കകത്ത് തന്നെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞാൽ അവിടെ അത്ര മെയിൻറ്റൈൻഡ് ഒന്നും അല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മെട്രോ സ്റ്റേഷനിലാവുമ്പോൾ അതിൻ്റെ ഒരു നീറ്റ്നെസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ, ഫുഡ്, അതുപോലെ വാഷ്റൂം, അതൊക്കെ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതെ. അപ്പോൾ ഞങ്ങൾ ബസ് ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് റെഡ് ബസ്സിനകത്തൂടെയാണ്. അപ്പോൾ റെഡ് ബസ്സിൽ നമുക്ക് ലക്ഷ്മി ട്രാവൽസിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. അതായത് നമ്മളിപ്പം കശ്മീരി ഗേറ്റിൽ നിന്ന് മണാലിയിലേക്കുള്ള ബസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ഉള്ള ബസ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം ഈ ലക്ഷ്മി ട്രാവൽസിന്റെ ബസ് നല്ല റേറ്റിംഗ് ഉള്ള വോൾവോ ബസ്സാണ്, മൾട്ടി ആക്സൽ ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അവർ വെള്ളം പ്രൊവൈഡ് ചെയ്യും, ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യും, ഹോട്ടലിൽ നിർത്തി തരും. അപ്പോൾ ലക്ഷ്മി ട്രാവൽസ് ആണ്. നമുക്കൊരു ഫ്രഷ് ആവാൻ വേണ്ടി അവര് മോർണിംഗ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതെ. അപ്പൊ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ നന്നായിട്ട് ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ ഈ ബസ്സിലുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ടിപ്പാണ്. അതായത് നമ്മൾ ചെല്ലുമ്പോൾ കഴിവതും ഒരു 9 o'clock ആ ഒരു സമയത്തിന് ശേഷം മണാലിയിൽ ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ, എസ്പെഷ്യലി വിന്റർ ടൈമിൽ. അതായത് നമുക്ക് ഭയങ്കര തണുപ്പാണ് ആ സമയത്ത്. നമ്മൾ ഇത്രയും തണുപ്പിൽ വെളുപ്പിന് ഒരു 5 മണി 6 മണി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്ത രാത്രി 11 മണിക്ക് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്.
അതാവുമ്പം ഒരു രാവിലെ 9:30 ആ ഒരു സമയത്താണ് മണാലി ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് കുറച്ചുകൂടെ ഒരു അഡ്ജസ്റ്റബിൾ ആണ്. എന്നാൽ തന്നെ 0 ഡിഗ്രി ഒക്കെയാണ്. ബട്ട് നമുക്ക് ഈ മൈനസ് ഡിഗ്രിയിലോട്ട് പോകുന്ന സഡനായിട്ട് മൈനസ് ടെമ്പറേച്ചറിലേക്ക് പോകുന്നതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ നമ്മൾ റിട്ടേണും ലക്ഷ്മി ട്രാവൽസിൽ തന്നെ ആയിരുന്നു. അത് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അത് അടുപ്പിച്ച് ബുക്ക് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നേരത്തെ തന്നെ ബസ്സിന്റെ ബുക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും. അതെ. അപ്പോൾ ട്രിപ്പിന്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രിപ്പിന്റെ നമ്മൾ ട്രിപ്പ് പോയിരുന്ന ഒരു ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആ ടൈമിലായിരുന്നു. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്നോ കാണാൻ പറ്റണം അത്യാവശ്യം. അതായിരുന്നു ഞങ്ങൾ ഈ ട്രിപ്പിന്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾ 8 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ 8 ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ തിക്ലി പാക്ഡ് അല്ലായിരുന്നു. 8 ദിവസം നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് വളരെ സ്ലോ ആയിട്ട് നമ്മൾ ആ ഒരു വെക്കേഷൻ മോഡ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. അതെ, മറ്റേ പാക്കേജ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സൗകര്യത്തിന് നമ്മൾ ഇപ്പം സ്നോ കാണാനുള്ള ഏരിയയിലൊക്കെ കുറച്ച് നേരത്തെ എത്തുക. പിന്നെ ആക്ടിവിറ്റീസ് ഒന്നും ഞങ്ങൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്നവരായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കി സ്നോ പോയിന്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു നമ്മുടെ പരിപാടി. അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ഐറ്റിനറി നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കാം. അതായത് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എഴുതി തയ്യാറാക്കിയ ഒരു ഐറ്റിനറി ഉണ്ട്. അപ്പോൾ അത് എത്ര ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലങ്ങൾ കാണാൻ അത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്കിനിയും ഞങ്ങൾ പോയ ആ ഒരു സീസൺ, ആ ഒരു ടൈം, അതിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി സ്റ്റാർട്ടിംഗ് ആണല്ലോ പോയത്. അപ്പം ഫുള്ള് മഞ്ഞ് നമുക്ക് കാണാവുന്ന ഒരു ടൈമാണ്. നല്ല മഞ്ഞ്, നല്ല തണുപ്പ്. അപ്പോൾ ഇതിനുള്ള വിന്റർ ക്ലോത്ത്സ് ഒക്കെ എല്ലാവരും നേരത്തെ കരുതുന്നു കേട്ടോ. ഞങ്ങൾ ഇത് എടുത്തിരുന്നത് ഡെക്കാത്തലോണിനായിരുന്നു. അവിടെ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു അവിടുത്തെ ഡ്രസ്സ്. അതുകൊണ്ട് ഡെക്കാത്തലോണിനാണ് എടുത്തിരുന്നത്. അപ്പോൾ അടുത്തത് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് കാണാനുള്ള സ്ഥലങ്ങൾ, പ്ലേസസ് ടു വിസിറ്റ് ആണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പം നമ്മളിപ്പം മണാലി ചെല്ലുകയാണെങ്കിൽ കഴിവതും നമ്മൾ മാൾ റോഡിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നതാണ് ബെറ്റർ. അതെന്താന്ന് വെച്ചാൽ അധികം ഹൈറ്റിലേക്ക് പോകുമ്പം ഭയങ്കര തണുപ്പായിരിക്കും. അപ്പം നമുക്ക് അവിടെ ചെന്ന ഉടനെ തന്നെ വലിയ തണുപ്പ് പറ്റില്ല. പിന്നെ പോരാത്തതിന് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ തണുപ്പൊന്നും അത്ര ശീലമില്ല. അപ്പം നമ്മളൊക്കെ മെയിൻലി ഈ മാൾ റോഡിൽ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നോർത്ത് ഇന്ത്യൻസിന് പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് മാൾ റോഡായിരിക്കും നല്ലത്. പിന്നെ മാൾ റോഡിൽ നിന്ന് നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ലോക്കൽ സൈറ്റ് സീയിങ് സ്ഥലങ്ങളെല്ലാം മാൾ റോഡിൽ നിന്ന് വളരെ അടുത്താണ്. പിന്നെ നമുക്ക് ഫുഡ്, പിന്നെ മാർക്കറ്റ്, പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് വേണമെങ്കിൽ ഷോപ്പിംഗ്, അതൊക്കെ മാൾ റോഡിലുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേസസ് ടു വിസിറ്റ് എന്നുള്ളതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് വോക്കബിൾ ആയിട്ടുള്ളത്, രണ്ട് നമ്മൾ കാർ എടുത്ത് ദൂരെ പോയി കാണേണ്ട സ്ഥലങ്ങൾ. വോക്കബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒന്ന് മാൾ റോഡ് തന്നെയാണ്. മാൾ റോഡ് രാത്രിയാണ് അധികം കാണാറുള്ളത്. അവിടെ എല്ലാവരും തന്നെ മാൾ റോഡിലുണ്ട്. അപ്പം നമുക്ക് ഈ തണുപ്പിൽ ആ തിരക്കിലൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് തണുപ്പ് കുറഞ്ഞു കിട്ടും. പിന്നെ നല്ല ചൂട് കാരറ്റ് ഹൽവ കിട്ടും. അങ്ങനത്തെ കുറെ സാധനങ്ങൾ മാളിൻ്റെതായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടും. അതൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അതെ. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഹഡിംബ ടെമ്പിളിലേക്ക് നമുക്ക് ഓൾഡ് മണാലി വഴി നടന്നു പോവാം. അത് കുറച്ച് ട്രെക്കിങ് വരുന്നുണ്ട്. ട്രെക്കിങ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പോവാം, അല്ലാത്തവർക്ക് ടാക്സിയോ അല്ലെങ്കിൽ ഓട്ടോയോ പിടിക്കാവുന്നതാണ്. അതെ. പിന്നെ നമ്മുടെ ഈ മാൾ റോഡിന് അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ വൻവിഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വൻവിഹാർ നമ്മൾ ഒരു 5 മണിക്ക് മുമ്പ് അവിടെ. അതെ, കുറച്ച് ഉച്ച സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ പോയത് വൈകുന്നേരമായിരുന്നു. അവിടെ എന്താന്ന് വെച്ചാൽ മൊത്തം ദേവദാരു മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല തണുപ്പാണ്. അപ്പൊ നമ്മള് കുറച്ചൊരു ഉച്ച സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ തണുപ്പ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചായ കുടിക്കാനും നൂഡിൽസ്, ചൂട് നൂഡിൽസ്, അങ്ങനത്തെ സാധനങ്ങൾ. ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചു. നല്ല തണുപ്പായിരുന്നു. അതാരും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതപ്പോ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ആണ്. ഓക്കെ. അപ്പൊ പിന്നെ ഹഡിംബ ടെമ്പിൾ നമുക്ക് ട്രക്ക് ചെയ്ത് പോകാം. ഓൾഡ് മണാലി ഉണ്ട്. അങ്ങനെ നമുക്ക് ലോക്കൽ സൈറ്റ് സീയിങ് എല്ലാം അവിടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കുള്ളത് കാറിൽ പോയി കാണേണ്ട സ്ഥലങ്ങളാണ്. അതായത് ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലേക്ക് നമുക്ക് പോകാം. ഈ സ്ഥലം ഞങ്ങൾ നെക്സ്റ്റ് ഡേയിലേക്ക് വെച്ചതിന്റെ കാര്യം തന്നെ ഈ ക്ലൈമറ്റുമായിട്ട് പരിചയപ്പെടാനുള്ള കിട്ടണം അതിനായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സൊളാങ് വാലിയിലോട്ടാണ്. സൊളാങ് വാലിയിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം സിപ്പ് ലൈൻ കാണാൻ പറ്റും. പിന്നെ അതുപോലെ പാരാഗ്ലൈഡിങ്, പിന്നെ സൊളാങ് വാലിയിൽ നമുക്ക് സ്നോ സ്കേറ്റിംഗ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ് സൊളാങ് വാലി.
സൊളാങ് വാലിയിൽ നിന്ന് നമ്മൾ പിന്നെയും മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഈ റോത്തങ് പാസ്, അടൽ ടണൽ ഒക്കെ അതെ, ഞങ്ങൾ പോയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ മഞ്ഞ് വീണ് റോത്തം പാസ് അടച്ചേക്കുമായിരുന്നു. അതെ. അപ്പൊ ഞങ്ങൾക്ക് ആ വഴി ഇല്ലായിരുന്നു. അപ്പൊ അടൽ ടണൽ വഴി ശിശു എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അതെ. അവിടെ എന്താന്ന് വെച്ചാൽ അവിടെ നല്ലോണം മഞ്ഞ് ഞങ്ങളെപ്പോലെ മഞ്ഞ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവിടെ നല്ല മഞ്ഞൊക്കെ ലഭിക്കുന്ന ഒരു ഗ്രാമമാണ്. അപ്പൊ അവിടെ നല്ല തണുപ്പ്, എത്രയും -13 ഡിഗ്രി ആയിരുന്നു തണുപ്പ്. അപ്പം അവിടെ ഞങ്ങൾക്ക് എത്തിയിട്ട് മഞ്ഞിൽ കളിക്കാനും ഒക്കെ ഒത്തിരി സമയം കിട്ടിയായിരുന്നു. ഏകദേശം ലേ ലഡാക്ക് പോലൊക്കെ തന്നെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്, സ്നോയുടെ വീഡിയോയ്ക്കകത്തതെല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ കസോളിലോട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മണാലിയിലെ മെയിൻ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കസോളിലോട്ട് പോകുന്ന അതേ വഴിയിലാണ് ഈ കുളു ഉള്ളത്. അപ്പോൾ കുളുവിനായിട്ട് നമ്മൾ വേറൊരു ദിവസം പോകാതെ കസോളിലോട്ട് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കുളു വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ലൈന് നമുക്കങ്ങ് കസോളിലോട്ട് പോകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ റിവർ റാഫ്റ്റിംഗ് ഒക്കെ പോകണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഈ സീസൺ അല്ലാതെ കുറച്ചുകൂടെ വെള്ളം ലഭിക്കുന്ന ഒരു സീസണിൽ പോകുന്നതാണ് നല്ലത്. 2 ടൈപ്പ് റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. ഒന്ന് ഷോർട്ട്, 2 ലോങ്. അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കുളുവിലാണ് അതുള്ളത്. പിന്നെ മെയിനായിട്ട് പാരാഗ്ലൈഡിങ് സൊളാങ് വാലിയെക്കാട്ടിൽ കൂടുതൽ ഉള്ളത് കുളുവിൽ തന്നെയാണ്. പാരാഗ്ലൈഡിങ് മാത്രമല്ല, ഹോട്ട് എയർ ബലൂണിന്റെ ആ ഒരു സംഭവം ഉണ്ട് അവിടെ. അതെ. പിന്നെ ഞങ്ങൾ ചെന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കസോളാണ്. കസോളിൽ ഞങ്ങൾ ചെന്നത് ഒരു ശാന്തി കഫേ എന്ന് പറയുന്ന കഫേയിലാണ് ഞങ്ങൾ താമസിച്ചത്. ഈ കസോളിലേക്ക് മണാലിയിൽ നിന്ന് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ നമ്മൾ കസോളിലേക്കായിട്ട് വേറൊരു ദിവസം മാറ്റി വെക്കണം. മണാലി അല്ല, കസോളിലേക്കായിട്ട് നമ്മൾ കുറച്ച് ദിവസം മാറ്റി വെക്കാറുണ്ട്. അവിടെ കുറച്ച് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ കസോളിൽ ഞങ്ങൾ ചലാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സ്റ്റേ ചെയ്തത്. ഹോട്ടലിൻ്റെ ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കഫേയാണ്. അപ്പോൾ ഈ കഫേയുടെ കൂടെ നമുക്ക് താല്പര്യമുള്ളവർക്ക് ഡോർമെറ്ററി സിസ്റ്റം ഉണ്ട്, അല്ലാതെ നമുക്ക് റൂംസ് ഉണ്ട്, പിന്നെ ലക്ഷറി റൂംസ് ഉണ്ട്, റിവർ വ്യൂ റൂം ഉണ്ട്. ഞങ്ങളുടെ റൂം റിവർ വ്യൂ റൂം ആയിരുന്നു, ബാൽക്കണി ഒക്കെ ഉള്ള. ഭയങ്കര രസമാണ് അല്ലേ. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ മടുപ്പായിരിക്കും, എപ്പോഴും ഈ ലാപ്ടോപ്പിന് മുമ്പിലൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവര് സ്പെഷ്യൽ ഓഫർ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം അവർക്ക് ഈ വ്യൂ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഫുഡ് ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. എന്താ വേണ്ടെന്ന് വെച്ചാൽ അവരുടെ മെനുവിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തരും, ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇവിടെ ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് ഗുണം എന്താന്ന് വെച്ചാൽ ഇത് കുറച്ച് ഉള്ളോട്ടുള്ള പ്രദേശമാണല്ലോ, ഗ്രാമമാണല്ലോ. അപ്പൊ ഇവിടെ വൈഫൈ സൗകര്യം കുറവാണ്. പക്ഷെ നമ്മുടെ ഈ ശാന്തി കഫേയിൽ അത്യാവശ്യം വൈഫൈ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേര് അവിടെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കഫേയിൽ ഇരുന്നുകൊണ്ട് ഈ പാർവതി വാലി ആസ്വദിച്ച് അതേ ബാൽക്കണി ഇരുന്ന് നമുക്ക് ബെഡ്റൂം, ഭയങ്കര രസമുള്ളൊരു ആംബിയൻസ് ആണ് അവിടെ. അപ്പോൾ ചലാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ശാന്തി കഫേ. കസോളിൽ പോകുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് മണികരൻ. മണികരനിൽ ഒരു ഗുരുദ്വാരയുണ്ട്, ഒരു ശ്രീരാമ ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു എന്താണ് നമ്മുടെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ഹോട്ട് സ്പ്രിംഗ്, അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ചൂടുവെള്ളം വരുന്ന ഒരു സംഭവമാണ് അത്. അതെ തന്നെ. അപ്പൊ നമുക്ക് അതിൽ വേണമെങ്കിൽ ഈ ഇപ്പൊ ഇവിടെ തണുപ്പിലല്ലേ നമ്മള്, അപ്പൊ അതിൽ വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ പാസ്സാക്കിയ ഒരു രസമാണ്. അപ്പം മണികരൻ ഇവിടെ പോകേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പക്ഷെ കസോളിൽ നിന്ന് ബസ്സിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. ലോക്കൽ ബസ്സോ അല്ലെങ്കിൽ ടാക്സി വഴിയോ വേണം പോകാൻ. ഇത് അധികം ദൂരം ഇല്ല നമ്മുടെ ഈ സ്ഥലത്തുനിന്ന്. അതായത് കസോളിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാക്സിമം, അത്ര കുറച്ച് ദൂരമേ വരുന്നുള്ളൂ അതിന്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ അവിടെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണികരൻ മസ്റ്റായിട്ട് പോകണം. അവിടുന്ന് കൽഗ, പുൽഗ, ഫേറി ഫോറസ്റ്റ്, പിന്നെ താല്പര്യമുള്ളവർക്ക് തോഷ്, മലാന, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കസോളിൽ. ഇവിടെയൊക്കെ വേണമെങ്കിൽ ട്രക്കിങ്ങും പോകാം. അതിനുള്ള ക്യാമ്പും അവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഞങ്ങള് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ലോക്കൽ ബസ്സിലായിരുന്നു ട്രാവൽ ചെയ്ത്. ഞങ്ങൾ കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ലോക്കൽ ബസ്സിൽ പോയി. അതുപോലെ നമ്മൾ ഒരുപാട് ഓവർലോഡ് ചെയ്തില്ല ട്രിപ്പിനെ. നമുക്ക് ഒരു ദിവസം കുറച്ച് സ്ഥലങ്ങൾ കാണുക, ബാക്കി നമ്മൾ ഈ ചലാൽ ഗ്രാമത്തിൽ വന്ന് പാർവതി വാലിയുടെ തീരത്ത് റിലാക്സ് ചെയ്തിരിക്കുക ശാന്തി കഫേയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മളോട് ചോദിച്ചു ഒരു താല്പര്യമുണ്ടോ നിങ്ങൾക്ക് വേറെ പല സ്ഥലങ്ങളിൽ അവിടെ ട്രക്കിങ് കാര്യങ്ങൾ. ചിലത് ഞങ്ങൾ പോയില്ല, ചിലത് ഞങ്ങൾ പോയി. കട്ടാഗില വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഞങ്ങൾ ട്രക്ക് ചെയ്ത് കാര്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുളു, മണാലി, കസോൾ ട്രിപ്പിൽ നമ്മൾ മസ്റ്റായിട്ട് പോകേണ്ടതും മിസ് ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള
സ്ഥലങ്ങൾ. സ്ഥലങ്ങൾ. ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കട്ടെ. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കസോളിൽ കഫേ ഹോപ്പിംഗ് ഫേമസ് ആണ്. ഒരുപാട് കഫേസ് ഉണ്ട്. ഇപ്പോൾ എവർഗ്രീൻ കഫേ, ശാന്തി കഫേ, പിന്നെ അങ്ങനെ ഒരുപാട് കഫേസ് ഉണ്ട്. അപ്പോൾ കഫേയിലെല്ലാം നമുക്ക് പോയിട്ട് കറങ്ങാം. പിന്നെ അവിടെ ലോക്കൽ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ഷോപ്പിങ്ങിനും നമ്മളെ ഷോപ്പിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ മണാലി സ്റ്റൈലിലുള്ള സാധനങ്ങൾ സാധനങ്ങൾ അവിടെ വാങ്ങിക്കാം. ലഭിക്കും. അപ്പോൾ ഞങ്ങൾ കസോളിൽ ഷോപ്പ് ചെയ്തപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്തതും ഈ എസ്റ്റാബൻ ഗ്ലോബ് ട്രോട്ടേഴ്സ് ആണ്. അതായത് എസ്റ്റാബൻ ഗ്ലോബ് ട്രോട്ടിംഗ് ആണ് നമുക്ക് അപ്പോൾ തന്നെ ഷോപ്പിലേക്ക് അത് അവർ ഏത് കോൺടാക്ട് ചെയ്തു. ഏത് ഷോപ്പാണ് നമുക്ക് ഷോപ്പ് ചെയ്യാൻ അതെ. പറ്റുന്നത്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് ഏതാണ്, ഏത് ഷോപ്പാണ് കറക്റ്റായിട്ട് പോകേണ്ടത്, അങ്ങനത്തെയൊക്കെ അവരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ ഷോപ്പിംഗ് നടത്തിയത്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം, ബജറ്റ്. ബജറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. ബജറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ബജറ്റിനേക്കാളും കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന് തന്നെ ഞാനത് വായിക്കാം കറക്റ്റ്. അതായത് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ നമുക്ക് 16,400 രൂപയാണ് ഇങ്ങോട്ട് വരാനായിട്ട്. പക്ഷേ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകാൻ 19,200. അപ്പം മൊത്തത്തിൽ ഞങ്ങൾക്കൊരു 35,600 ആയി നമ്മുടെ ഈ ഫ്ലൈറ്റിന്റെ. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതെ, നമുക്ക് കുറച്ച് മാസം മുമ്പേ നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ഒഴിവാക്കാൻ ഈസിയർ ആയിരുന്നു. പിന്നെ നമുക്ക് മെട്രോയ്ക്ക് എങ്ങനെ ചാർജ് വരുന്നില്ല. പിന്നെ ഉള്ളത് വോൾവോ ലക്ഷ്മി ട്രാവൽസിലുള്ള ട്രാവലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് സീസൺ അനുസരിച്ച് മാറാം, പിന്നെ സീറ്റ് അനുസരിച്ച് മാറും. വിൻഡോ സീറ്റിന് റേറ്റ് കൂടുതലാണ്, സൈഡിലുള്ള സീറ്റിന് റേറ്റ് കുറച്ച് കുറവാണ്. വിൻഡോ സീറ്റ് അറൗണ്ട് ഒരു 1,600 അബവ് പോകും, മറ്റേതൊരു 1,300. അപ്പോൾ ആവറേജ് 1,500 എടുത്തു കഴിഞ്ഞാലും 2 പേർക്ക് പോയി വരാൻ ഒരു 6,000 അത്ര നമുക്ക് മൈൻഡിൽ വെക്കാം. പക്ഷെ വോൾവോ ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. കാരണം ഈ റോഡൊക്കെ കുറച്ച് ചെറിയ റോഡുകളായതുകൊണ്ട് ആ കുലുക്കോ അതുമൊക്കെ ബാലൻസ് ചെയ്ത് നമുക്ക് ഈ വോൾവോ ബസ്സിൽ പോകുന്നതായിരിക്കും കംഫർട്ടായിട്ട് പോകുന്നത്. ഒരുപാട് ടണലുകളിലൂടെയാണ് ഈ പോകുന്നത്, ഒരുപാട് ടണലിലൂടെ. അപ്പം വോൾവോയിൽ പോകുന്നതിനാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് അവിടെ നമ്മൾ ടാക്സി എടുത്താണ് സ്ഥലങ്ങൾ കാണുന്നതെങ്കിൽ, അപ്പോൾ അതായത് മണാലിയിൽ നിന്ന് കസോളിലോട്ട് പോകുന്നതും അല്ലെങ്കിൽ മണാലിയിൽ നിന്ന് ഹയറായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ഈ മറ്റേ ശിശു ഒക്കെ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു അറൗണ്ട് ഒരു 6,000 മാക്സിമം അത്രയും ടാക്സിക്ക് ആയിട്ട് കരുതുക. അത് മാക്സിമം ആണ് കേട്ടോ, അതിൽ കൂടുതലൊന്നും എന്തായാലും ആവില്ല. അത്രയൊന്നും ആയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഒരുപാട് ടാക്സി കൂടി ഉപയോഗിക്കേണ്ടി വന്നാൽ എന്നുള്ളൊരു സിറ്റുവേഷൻ വെച്ച് പറഞ്ഞതാണ് അല്ലേ. പിന്നെ നമുക്കുള്ളത് റൂമിൻ്റെ സ്റ്റേ ആണ്. റൂമിൻ്റെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഹോട്ടൽ വിക്രാന്ത് ഇൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് മണാലിയിൽ മാൾ റോഡിനടുത്ത് സ്റ്റേ ചെയ്തത്. ഹോട്ടൽ വിക്രാന്ത് ഇന്ന് നമുക്ക് 1,500 ആ ഒരു റേഞ്ചേ ആയുള്ളൂ. ഞങ്ങൾ അവിടെ ഫുഡൊക്കെ ഞങ്ങൾ പുറത്ത് മാൾ റോഡിന്റെ അടുത്തുള്ള മറ്റേ വൈഷ്ണവ് പങ്കി ധാബ എന്ന് പറഞ്ഞ ധാബയെന്നായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പൊ ഞങ്ങൾ ഫുഡൊന്നും ഹോട്ടലിൽ നിന്നല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾക്ക് ബജറ്റ് കുറച്ച്, അതെ, നമുക്ക് കുറെ ബജറ്റ് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ ശാന്തി കഫേയിലെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡോർമെറ്ററി സൗകര്യമുണ്ട്. ഫ്രം 350 ഡോർമെറ്ററി താല്പര്യമുള്ളവർക്ക് എടുക്കാം. 3,500 വരെയുള്ള റൂംസും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത മറ്റേ റിവർ വ്യൂ, പാർവതി റിവർ വ്യൂ ആയിട്ടുള്ള ബാൽക്കണി ഒക്കെ ഉള്ള റൂം. അപ്പം നമുക്ക് റീസണബിളി റേറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ആ റൂം. നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ആ റൂമിൽ തന്നെ കഴിവതും താമസിക്കാൻ ശ്രമിക്കും. നല്ല രസമാണ് അവിടെ താമസിച്ച് കഴിഞ്ഞാൽ ആ വാലി കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ നമുക്ക് തോന്നും. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം. നേരത്തെ പറഞ്ഞല്ലോ, അവർക്കൊരു മന്ത്ലി പാക്കേജ് ഉണ്ട്, വളരെ ചീപ്പറായിട്ട് പാക്കേജ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കുളു, മണാലി, കസോൾ എന്നുള്ള ഹിമാചൽ യാത്രയുടെ വിശേഷങ്ങൾ. അടുത്ത യാത്രയുടെ വിശേഷമായിട്ട് ഉടനെ വരാം. നിങ്ങൾക്ക് താല്പര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തു തരാം. അതുപോലെ ശാന്തി കഫേയുടെ ഡീറ്റെയിൽസ്, എസ്റ്റാബൻ ഗ്ലോബ് ട്രോട്ടിംഗ് ഡിവിഷൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം തന്നെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.